ആയുധമുറകളും അവൻ പഠിച്ചു. എന്നാൽ ഗുരുകുലം വിടാൻ നേരം അവൻ കൃഷ്ണനോടൊരു ചോദ്യം ചോദിച്ചു. ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചക്രവ്യൂഹത്തെപ്പറ്റി പഠിപ്പിച്ചു തരുമോ? പണ്ടുകാലം മുതലേ ഉള്ള ഒരു യുദ്ധതന്ത്രമാണ് ചക്രവ്യൂഹം. വളരെയധികം അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം. ഒരു ചുഴലിക്കാറ്റിനെ പോലെ സൈന്യത്തെ ക്രമീകരിക്കുന്ന രീതിയാണിത്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചക്രം പോലെ തോന്നും. എന്നാൽ അകത്ത് പ്രവേശിച്ചാലാണ് മനസ്സിലാകുക അതൊരു കെണിയാണെന്ന്. ശത്രുവിന് വെളിയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ്. എന്നാൽ അകത്ത് നിന്ന് പുറത്തേക്ക് വരിക ഏറെക്കുറെ അസാധ്യമാണ്. ഓരോ വളയത്തിലും നമ്മുടെ യോദ്ധാക്കൾ നിലയുറപ്പിച്ചിരിക്കും. അകത്തേക്ക് കടക്കുന്നവരെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ആക്രമിക്കും. എന്നാൽ ചക്രവ്യൂഹത്തിന്റെ പ്രത്യേകത ഈ ശാരീരിക ആക്രമണം മാത്രമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അകത്തേക്ക് പ്രവേശിച്ച യോദ്ധാവ് ഈ വലയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പൂർണ്ണമായും ദിശകൾ തെറ്റാൻ തുടങ്ങുന്നു. അതായത് യുദ്ധം ചെയ്യുന്നതിനിടയിൽ യോദ്ധാവിന്റെ സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ യോദ്ധാവ് പതിയെ പതിയെ ഭയക്കുവാൻ ആരംഭിക്കുന്നു. ആ ഭയം പതിയെ പതിയെ വിഭ്രാന്തിയായി മാറുന്നു. മാനസികമായും ശാരീരികമായും തളർന്ന ആ യോദ്ധാവിന്റെ അന്ത്യം അവിടെ വെച്ച് തന്നെ നടക്കുന്നു.